ഹായ്, തിരുപ്പതി വ്ലോഗ് പാർട്ട് 2 ഒത്തിരി ലേറ്റായി പോയി അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടങ്ങിയാലോ? ഞങ്ങൾക്ക് അധികം തിരക്കേടില്ലാത്ത ഒരു റൂം കിട്ടിയിട്ടോ വിഷ്ണുവിലാസത്തെ തന്നെ. രാവിലെ 6 മുതലാണ് ഇവിടെ റൂം ഇഷ്യൂ ചെയ്യുന്നത്. ആധാർ കാർഡ് മസ്റ്റാണ് റൂം എടുക്കാൻ. റൂമൊക്കെ എടുത്ത് വിഷ്ണുവിലാസത്തെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ശരവണ ഭവനിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഈശ്വരൻ അവിടുത്തെ സ്പെഷ്യൽ ട്രൈ ചെയ്യാനായി മൈസൂർ മസാല ദോശ വിത്ത് ഓണിയനും ഞാനും അമ്മയും ജസ്റ്റ് ഇഡ്ഡലിയും വടയും കഴിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി കുറച്ച് ടൈം റെസ്റ്റ് എടുത്തു. ഒരു 10:30 ആയപ്പോഴത്തേനും തന്നെ SST ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ സ്റ്റാർട്ട് ചെയ്തു. അത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങളും വേഗം പോയി നിന്നു. ശരിക്കും ടിക്കറ്റ് ഇഷ്യൂ ഉണ്ടായും പറഞ്ഞിരിക്കുന്നത് 2 മണിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴേക്കും തന്നെ 4 റോ ഫുള്ളായിരുന്നു. പിന്നെ നമുക്ക് ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ വെള്ളവും ബദാം മിൽക്കും ഒക്കെ തന്നിരുന്നു കേട്ടോ. SST ടിക്കറ്റൊക്കെ എടുത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഞങ്ങൾക്ക് ദർശനം കിട്ടിയത് നെക്സ്റ്റ് ഡേ 12 മണിക്കായിരുന്നു. സോ ഇന്ന് കാളഹസ്തിയിൽ പോവാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഒരു 4:30 കൂടി ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് കാളഹസ്തിയിലേക്ക് ഇറങ്ങിയിട്ടോ. നമ്മൾ ഇറങ്ങുന്ന ഗേറ്റിൽ തന്നെ ട്രിപ്പ് ഓഫർ ചെയ്ത് കുറേ ഓട്ടോ ഡ്രൈവേഴ്സും ടാക്സി ഡ്രൈവേഴ്സും ഒക്കെ കാണും. അപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അപ്പ് ആൻഡ് ഡൗൺ എമൗണ്ട് ചോദിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഓട്ടോയും ടാക്സിയും ഒക്കെ ചൂസ് ചെയ്താൽ മതി. ബസ്സാണ് ബെസ്റ്റ് ഓപ്ഷൻ. തിരുമലയ്ക്കുള്ള ബസ്സാണെങ്കിൽ നമുക്ക് എൻട്രൻസിൽ നിന്ന് തന്നെ കിട്ടും. ബോത്ത് AC ആൻഡ് നോൺ AC അവൈലബിൾ ആണ്. KSRTC ടിക്കറ്റ് കൗണ്ടറും അവിടെ തന്നെ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ കഴിയും അവിടുന്ന്. കാളഹസ്തിയിലേക്കുള്ള ബസ്സാണെങ്കിൽ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കിട്ടുക. സോ ഞങ്ങൾ സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോയിൽ പോയി. ഓട്ടോയ്ക്ക് പെർ ഹെഡ് 20 രൂപയാണ് മിനിമം ചാർജ്. ഓട്ടോയിൽ ഡയറക്റ്റ് കാളഹസ്തിയിലേക്കുള്ള റേറ്റ് ചോദിച്ചപ്പോൾ 1500 ആണ് കേട്ടോ പറഞ്ഞത്. ബസ്സിലാണെങ്കിൽ 3 പേർക്ക് 195 രൂപയാണ് വൺ സൈഡ് ടിക്കറ്റ്. ഒരു 1 അവർ അടുപ്പിച്ച് ട്രാവൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡയറക്റ്റ് തിരുപ്പതി ടു കാളഹസ്തി ബസ്സിലായിരുന്നു കേട്ടോ കയറിയത്. വേറെ എവിടെയും സ്റ്റോപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും റഷില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാളഹസ്തി എത്തി. വരുമ്പോൾ ദൂരേന്ന് തന്നെ മഹാദേവിൻ്റെയും ദേവിയുടെയും സ്റ്റാച്ചു കാണാം കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 6:15 അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. സോ ഡേ വ്യൂ കുറച്ചേ കിട്ടിയുള്ളൂ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ച് ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്നു കേട്ടോ. ഈ വാങ്ങിയ മുല്ലപ്പൂ കൂടാതെ തന്നെ അമ്പലത്തിൽ നിന്ന് ദുർഗാദേവിയുടെ അവിടെ പൂജ ചെയ്യുന്ന അവിടുത്തെ ശാന്തി എനിക്ക് കുറച്ച് മുല്ലപ്പൂ തന്നു കേട്ടോ. അങ്ങനെ തല നിറയെ മുല്ലപ്പൂ വെച്ചായിരുന്നു ഞാൻ ദർശനം കഴിഞ്ഞിറങ്ങിയത്. ഇവിടെയൊക്കെ ദർശനത്തിന് പേയ്മെന്റ് വേണം. നമ്മുടെ നാട്ടിലെ പോലെ ഫ്രീ ദർശനം കിട്ടില്ല. 50, 100, 200 അങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഓരോ ക്യൂകളും. ദർശനത്തിന്റെ റേറ്റ് പെർ ഹെഡ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞ ഈ റേറ്റ്. ഞങ്ങൾ അവിടെ എത്തിയ ടൈം ബ്രേക്ക് ടൈം ആണെന്ന് കേട്ടോ അവിടുത്തെ ഒരു സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ്. സോ ആ സ്റ്റാഫ് തന്നെ ഞങ്ങളെ ഉള്ളിലോട്ട് കൊണ്ടുപോവാം, പെർ ഹെഡ് 300 വെച്ച് തന്നാൽ മതി എന്ന് ഞങ്ങളോട് പറഞ്ഞു. പിന്നീട് അവർ കാല് മാറി പെർ ഹെഡ് 500 വെച്ച് വേണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങളും പറഞ്ഞു പെർ ഹെഡ് 500 വെച്ച് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്മാറി. എന്നിട്ട് ഞങ്ങൾ ചെന്ന ഒരു സെക്യൂരിറ്റിനോട് ചോദിച്ചു. ആൾ പെർ ഹെഡ് 200 തന്നാൽ മതി, കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്ക് ഞങ്ങൾ പെർ ഹെഡ് 200 വെച്ചിട്ടൊക്കെ കൊടുത്ത് ഞങ്ങളെ ആൾ ക്യൂവിൽ കയറ്റി വിട്ടു. ആദ്യം കേട്ടപ്പോൾ ജെനുവിനാണെന്നൊക്കെയാണ് തോന്നിയത്. പിന്നീടാ മനസ്സിലായത് ആൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും തന്നില്ല. ശിവക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ദേവിയുടെ അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഞങ്ങളോട് ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് ഇല്ലാതെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, ദർശനം കിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ ഇനിയിപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല, തിരിച്ചു പോയി ടിക്കറ്റ് എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ശനിദേവ ക്ഷേത്രത്തിലും പിന്നെ ദുർഗാദേവിയുടെ അവിടെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. കാളഹസ്തിയിലെ ഈ ക്ഷേത്രത്തിലാണെങ്കിലോ 2ൽ കൂടുതൽ എൻട്രൻസും എക്സിറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയാണ് നമ്മൾ ഫോൺ വെച്ച് എവിടെയാണ് ചെരുപ്പ് വെച്ച് ആകെ മൊത്തം കൺഫ്യൂഷനായിരുന്നു. പിന്നീട് ഒന്ന് ചുറ്റി നടന്നപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ചെപ്പലെടുക്കാൻ പോയി. ഫ്രീ ചെപ്പൽ കൗണ്ടർ എന്നാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. പക്ഷേ 20 രൂപ ചാർജ് വാങ്ങി. അതുപോലെ തന്നെ ഫോൺ വെക്കാൻ 20 രൂപയാണ് ചാർജ് എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. പക്ഷേ അവരൊരു ഫോണിന് തന്നെ 25 രൂപ ചാർജ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഇവിടുത്തെ ആളുകൾക്ക് ക്യാഷിന് ഇത്തിരി ആർത്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ
ചെപ്പലും ഫോണും എല്ലാം എടുത്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയാണ് ഈ അമ്പലത്തിൻ്റെ കൊത്തുപണികളെല്ലാം കാണാൻ. രാത്രി ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ 1 ഡേ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം വരാൻ. തിരിച്ച് ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോയി തിരുപ്പതിയിലോട്ടുള്ള ബസ് കയറി. കാളഹസ്തി അമ്പലത്തിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിലോട്ട് കുറച്ച് ദൂരേ ഉള്ളൂ. തിരുപ്പതിയിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വിഷ്ണു നിവാസത്തിലോട്ട് പോയി. പത്മാവതി ടെമ്പിളിൽ പോയതും തിരുമല ദർശനം നടത്തിയതിൻ്റെ വിശേഷങ്ങളൊക്കെയായി അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.